വെൽക്കം ബാക്ക് ടു എസ്എഫ എൽസ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് റെഡി ആയിട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള കുറച്ച് ഫാബ്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ചിക്കൻ കാരി വർക്ക് വരുന്ന ഫാബ്രിക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ കൊടുത്തിരുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഷോപ്പ് മൂവാറ്റുപുഴയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണമെങ്കിൽ മൂവാറ്റുപുഴയിലേക്ക് പോകുന്നുള്ള മൂവാറ്റുപുഴ MC റോഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോപ്പ് വിസിറ്റ് ചെയ്യണം, ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി വന്ന് എനേബിൾ ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. അതുപോലെ ഞാൻ ഇന്ന് വിയർത്തിരിക്കുന്ന ഫാബ്രിക് നമുക്ക് ഓണം കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക് ആണ്. റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോഴേ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ഇപ്പോഴേ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബനാറസി ഒരു ടിഷ്യൂ ബനാറസി ഫാബ്രിക് ആണ്. ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് ഇങ്ങനത്തെ ബനാറസി ബൂട്ട വ്യൂസ് വന്നേക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ്. ഞാനൊരു കോൺട്രാസ്റ്റ് കളറിലൂടെയാണ് ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കളക്ഷൻസ് കാണാം. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. ഇത് 2.5 മീറ്റേഴ്സിന്റെ ഒരു കട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഫാബ്രിക് ആണ്. റെഡി ടു സ്റ്റിച്ച് അല്ല, നമ്മൾ സാധാരണ ഫാബ്രിക് എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ അതിങ്ങനെ നെക്കൊക്കെ ഒരു പാറ്റേണിൽ വന്നിട്ട് ആ ഒരു രീതിയിൽ കൊടുത്തേക്കുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. കുർത്തി ഫാബ്രിക് ആണ്. ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. ഫ്രണ്ടിൽ ഓൾ ഓവർ ഇങ്ങനത്തെ ഒരു ചിക്കൻ കാരി വർക്ക് പോലത്തെ മെഷീൻ വർക്കാണ് വന്നേക്കുന്നത്. നല്ല എലഗന്റ് ആയിട്ട് നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്രണ്ടിൽ ബോഡി പാർട്ടിൽ ഇങ്ങനെ ഒരു മാംഗോ ഡിസൈൻസ് പോലെ പോകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ഫ്രണ്ടിലൊരു അത്യാവശ്യം വൈഡ് നെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് പോർഷൻ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോഴും പ്ലെയിൻ ആയിരിക്കും, ബാക്കും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 690 ആണ്. ഒരു പീസിന് വരുന്നത് 690 ആണ്. 2.5 മീറ്റേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഒരു പിങ്കിഷ് പീച്ച് ടോൺ ആണ് ഫസ്റ്റ് വൺ. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ്. ഗ്രീൻ വിത്ത് വൈറ്റ്. എല്ലാത്തിലും വൈറ്റ് ആണ് കേട്ടോ. ത്രെഡിന്റെ വീവിന്റെ കളർ വരുന്നത് ഇങ്ങനെ വരുന്നു. എംബ്രോയിഡറി വർക്കാണ്. ഫുള്ള് ചിക്കൻ കാരി വർക്ക് പോലത്തെ എംബ്രോയിഡറി വർക്ക്. ബാക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നു. സ്ലീവ്സും പ്ലെയിൻ ആണ് വരുന്നത്. 2.5 വരും ടോപ്പ് ഫാബ്രിക് കേട്ടോ. അതിന്റെ അടുത്ത ഷെയ്ഡ് പീച്ച് ആണ്. നല്ലൊരു പേസ്റ്റൽ പീച്ച് വിത്ത് വൈറ്റ് ഇങ്ങനെ വരുന്നു. ഇതാണ് ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവൻഡർ ആണ്. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് വിത്ത് വൈറ്റ്. എല്ലാം വൈറ്റ് ബോട്ടത്തിന്റെ കൂടെ നമുക്ക് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. അടുത്തൊരു ഡാർക്ക് പീച്ച് ടോൺ ആണ്. ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല കേട്ടോ. ഒരു സട്ടിൽ ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ഒരു ഡാർക്ക് പീച്ച് ആണ്. പക്ഷെ അത്രയും ഇച്ചിരി ഒരു ഭയങ്കര തെറിച്ച് നിൽക്കുന്ന കളറായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് കേട്ടോ. പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. വിത്ത് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിന് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ വരുന്നു വിത്ത് വൈറ്റ് കളറ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. അടുത്തത് ഒരു ടൈപ്പ് ഒരു ബ്ലൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബ്ലൂ ആണ് ഇങ്ങനെ വരുന്ന ഷെയ്ഡ്. വൈറ്റിന്റെ കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പലാസോ കോട്ടോ അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റോ ഏതുള്ളൊരു പാൻറ്റിനോട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ്. അടുത്ത ഷെയ്ഡ് പിസ്ത ഗ്രീൻ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. കറക്റ്റ് 2.5 ആണ് കേട്ടോ വരുന്നത്. നമുക്കൊരു 40-49 ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് കിട്ടും. 690 ആണ് പെർ പീസിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ആണ് വിത്ത് വൈറ്റ്. അടുത്ത ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ്. ഡാർക്ക് റെഡിഷ് മെറൂൺ ഇങ്ങനെ വരുന്നു. അടുത്തത് ടീൽ ബ്ലൂ. ഇതാണ് ടീൽ ബ്ലൂ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ എല്ലാം വന്നേക്കുന്നത്. 48-49 ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് കിട്ടും. ഒരു 3XL വരെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും കേട്ടോ. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരുന്നു. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു മാംഗോയിലൂടെ മസ്റ്റാർഡിലൂടെ മിക്സ് ആണ്. എല്ലാ ഷെയ്ഡ്സും അടിപൊളി. അതിനകത്ത് ഒരു ഷെയ്ഡ് പോലും മാറ്റി 2-3 എടുത്തോട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനുമാണ്. ഇത് റെഡി ടു വെയർ എടുക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ടൈപ്പിനെ കൊണ്ടുള്ള പ്രത്യേകത. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ 46-47 ലെങ്ത് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് നെക്ക് പാറ്റേൺ ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്ക് പാറ്റേൺ മീൻസ് നെക്ക് നമുക്ക് ഇത്രയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ.
അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ആണ്. ഇതാ ഇങ്ങനെ വരുന്നത് പൗഡർ ബ്ലൂ, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് റെഡ് വിത്ത് വൈറ്റ് ആണ്, അടിപൊളി റെഡ്, ഡാർക്ക് ചില്ലി റെഡ് ആണ് കേട്ടോ. റെഡ് വിത്ത് വൈറ്റ്, ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അടുത്ത ഷെയ്ഡ് ഇതാ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഒരു ചെറിയൊരു ഗ്രീനിന്റെ ടിൻറ്റും കൂടെ വരുന്നൊരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. വർക്ക് കണ്ടല്ലോ, ഇതാണ് എൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. 690 ആണ് പെർ പീസിന്റെ റേറ്റ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ ആണ്, ഇതാ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഒരു ഗ്രീൻ ആണ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിന്റെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടിപൊളി പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.